ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലെ കഥ ഇപ്പോൾ വളരെ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. നിർമ്മൽ ഇന്ദീവരത്തിൽ എത്തിയതോടുകൂടി അവിടെ എല്ലാവരുടെയും ജീവിതം തന്നെ മാറി മറിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് പിങ്കിയുടെ ജീവിതം. അർജുൻ മരിച്ചതിന് ശേഷം ഗൗതം വേണം, ഗൗതമിന്റെ കുഞ്ഞിന്റെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നടന്ന പിങ്കി ഇപ്പൊ ചെറിയൊരു ചാഞ്ചാട്ടം നടത്തിയിരിക്കുകയാണ്. നിർമ്മലിനെ കണ്ടതോടുകൂടി പിങ്കിയുടെ ആ ഒരു സ്വഭാവവും പെട്ടെന്നുള്ള ആ ഒരു മാറ്റമൊക്കെ നന്ദയും ഒരുപാട് അത്ഭുതപ്പെടുത്തി. എന്തായാലും ഇന്നത്തെ എപ്പിസോഡോടുകൂടി നന്ദ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പ്രത്യേകിച്ച് പിങ്കിയുടെ കാര്യത്തിൽ എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളുടെ ഇപ്പോൾ മറ്റൊരു പ്രശ്നത്തിൽ കൂടിയാണ് നന്ദ കടന്നു പോകുന്നത്. ഗൗതം ഇന്ദീവരത്തിൽ എത്തിയതിനു ശേഷം നിർമ്മലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഗൗതം തന്നെ ചോദിക്കുകയാണ്, നിർമ്മലല്ലേ, ഒറ്റപ്പാലക്കാരൻ നിർമ്മലല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോഴാണ് ഗൗതം പറഞ്ഞത്, നിർമ്മല ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 വ്ളോഗേഴ്സിനെ അടിച്ച് റൊട്ടിയാക്കിയതിന്റെ പേരിലാണ് അവനെ കസ്റ്റഡിയിൽ എടുത്തതെന്നും അതുമാത്രമല്ല അവന്റെ പേരിൽ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഭയങ്കരമായിട്ട് നിർമ്മലിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. എന്നാൽ ഒരിക്കലും നിർമ്മൽ അങ്ങനെയുള്ള ആളല്ല. ഞങ്ങൾ നിർമ്മലിനെ കണ്ടതാണ്, അവൻ ഈ വീട്ടിൽ വന്നതാണ്, പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഉള്ളതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും ഗൗതം നിർമ്മലിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. മാത്രമല്ല ആ ഒരു വ്ളോഗേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പിങ്കി പറയുവാണ്, ആ വ്ളോഗർ വേറെ ആരുമല്ല, എന്നെയാണ് ആ വ്ളോഗർമാർ ശല്യപ്പെടുത്തിയതെന്നും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ നിർമ്മൽ അടിച്ചത് എന്നും കൂടി പിങ്കി പറഞ്ഞു. പക്ഷേ ഇതിന്റെ ഇടയിലും ഗൗതം അതൊന്നും സമ്മതിച്ചു കൊടുക്കാതെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ എല്ലാവരും നിർമ്മലിനെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ ഒരിക്കലും അത് പറ്റത്തില്ല എന്നും ഇനി ആരും നിർമ്മലിനെ കാണാൻ പാടില്ല, ആ ഒരു കുറ്റവാളി ഇനി ഇവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഗൗതം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പിങ്കി ഭയങ്കരമായിട്ട് ഗൗതമിനോട് ദേഷ്യപ്പെട്ടു. ഗൗതമിന് മാത്രം എങ്ങനെ അറിയാം ഗൗതം പറയുന്നത് പോലെ ആണോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്? നിർമ്മല പാവമാണ്, പ്രത്യേകിച്ച് ഒരു തെറ്റും ഞങ്ങൾ കണ്ടിട്ടില്ല, പിന്നെ ഗൗതം മാത്രം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷേ ഇനി മേലാല് നിർമ്മലിനെ കാണാൻ പാടില്ല എന്നാണ് ഗൗതമിന്റെ ഓർഡർ. എന്നാൽ തനിക്ക് അങ്ങനെ പറ്റത്തില്ല എന്നും മോള് പെട്ടെന്ന് തന്നെ നിർമ്മലിനെ വിളിച്ചിട്ട് നാളെ തന്നെ ഇവിടെ എത്താനായിട്ട് അരുന്ധതി പറയുന്നുണ്ട്. ശരി, നന്ദ അതെല്ലാം കേട്ടു. നന്ദ അങ്ങനെ നിർമ്മലിനെ വിളിച്ച് നാളെ അരുന്ധതിയുടെ മുന്നിൽ എത്തിക്കാം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം വല്യമ്മ ഇതുവരെയും നിർമ്മലിനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഗൗതമിന്റെ വാക്കുകളൊന്നും കേൾക്കാനായിട്ട് അവിടെ ആരും തയ്യാറായില്ല. അങ്ങനെ നിർമ്മലിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിർമ്മൽ ഒരു ലോഡ്ജിൽ താമസിക്കാൻ വേണ്ടിയിട്ട് റൂമൊക്കെ എടുത്ത് ശരിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊരു ദേവസ്വം ബോർഡിന്റെ ഒരു അമ്പലത്തിന്റെ വക ലോഡ്ജാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് മാംസങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, പിന്നെ കള്ളുകുടിക്കാൻ പാടില്ല, സ്ത്രീബന്ധം പാടില്ല, അങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സമയത്താണ് നന്ദയുടെ കോൾ വന്നത്. ഉടനെ തന്നെ നിർമ്മൽ കോൾ എടുത്തു. അപ്പോൾ പെട്ടെന്ന് അത് ആരാണെന്ന് നിർമ്മലിന് മനസ്സിലായില്ല. എന്നാൽ ഞാൻ നന്ദയാണെന്നും ഡോക്ടർ അന്ന് ഇന്ത്യവരത്തിൽ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിർമ്മലിന്റെ കാര്യം മനസ്സിലായി. എന്താ ഡോക്ടറെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ വെറുതെ ആ ഒരു സുഖമാണോ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുശലാന്വേഷണം നടത്തിയതിന് ശേഷം ആ നന്ദയുടെ ആ ഒരു സംസാരത്തിലും പെരുമാറ്റത്തിലും നിർമ്മലിന് മനസ്സിലായി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, എന്തോ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് നന്ദ വിളിക്കുന്നത് എന്ന് നിർമ്മലിന് മനസ്സിലായി. അപ്പൊ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ വല്യമ്മ ഇതുവരെയും നിർമ്മലിനെ കണ്ടിട്ടില്ല എന്നും അതുകൊണ്ട് വല്യമ്മയ്ക്കൊന്ന് കാണണമെന്നുണ്ട്, നിർമ്മൽ നാളെ തന്നെ ഇവിടേക്കൊന്ന് വരാമോ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റത്തില്ല, തനിക്ക് പറ്റത്തില്ല എന്ന് തന്നെ നിർമ്മൽ പറഞ്ഞു. തനിക്കിത് വരാൻ പറ്റത്തില്ല എന്നും ഓരോ ദിവസം ഓരോരുത്തർ ഇങ്ങനെ കാണണം എന്ന് പറയുമ്പോൾ ഞാനെന്താ പ്രദർശന വസ്തുവാണോ? ഇന്നിപ്പോൾ വല്യമ്മ കാണണമെന്ന് പറയും, പിന്നെ നാളെ വേറെ ആരെങ്കിലും കാണണമെന്ന് പറയും, പിന്നെ നാളെ ഡോക്ടറിന്റെ ഭർത്താവ് കാണണമെന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കണോ ഒരു പ്രദർശന വസ്തുവായിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർമ്മൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. എന്നാൽ തന്റെ ഭർത്താവ് നിർമ്മലിനെ കണ്ടിട്ടുണ്ടെന്ന് നന്ദ പറഞ്ഞു. അതെങ്ങനെ കണ്ടിട്ടുണ്ടാകും? അല്ല, നിർമ്മലും കണ്ടിട്ടുണ്ട്. രാവിലെ നിർമ്മലിനെ പിടിച്ചോണ്ട് പോയില്ലേ ഇവിടുത്തെ ACP ഗൗതം മഹേശ്വരാണ് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ നിർമ്മൽ ചെറുതായിട്ടൊന്ന് ഷോക്കായി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് വരുന്നില്ല, ആ ഒരു ACPയുടെ വീട്ടിലോട്ട് ഞാൻ പ്രത്യേകിച്ച് വരുന്നില്ല, എന്നെ അതുകൊണ്ട് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴും നിർമ്മലിനോട് നന്ദ ഒരു കള്ളം പറഞ്ഞു.
പിങ്കിക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പെൺകുട്ടി ആണ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എന്ന് നിർമ്മൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ വേദനിക്കാൻ പോകുന്നത്. ഇവിടെ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ദിവസത്തെ വേദന മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എല്ലാം മറക്കും. എന്നാൽ ആ പയ്യന്റെ ഭാര്യയായ പിങ്കിക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവുക എന്ന് പറയുമ്പോഴാണ് നന്ദ പറഞ്ഞത്, പിങ്കിക്ക് നിർമ്മലിനെ ഒന്ന് കാണണമെന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ ആ ശരി എന്നാൽ ഞാൻ വരാം. അപ്പോൾ പിങ്കിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ നിർമ്മല ഒന്ന് അയഞ്ഞു, ശരി ഞാൻ വരാം എന്ന് പറഞ്ഞു, രാവിലെ തന്നെ ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്ദയ്ക്ക് കുറച്ച് സന്തോഷം തോന്നി. രാവിലെ തന്നെ പിന്നാലെ തന്നെ നിർമ്മല അവിടെ എത്തിയിട്ടുണ്ട്. എത്തിയ പാടെ തന്നെ നിർമ്മല ആദ്യം കണി കണ്ടത് ഗൗതമിനെയാണ്. യൂണിഫോമൊക്കെ ഇട്ട് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന ഗൗതമിനെയാണ് നിർമ്മല കണ്ടത്. കണ്ട പാടെ തന്നെ ഗൗതം ദേഷ്യപ്പെട്ടിട്ട് വന്നിട്ട്, നീ എന്തിനാ ഇവിടെ വന്നത്, എന്താ തെമ്മാടി നീ ഇവിടെ കയറി വന്നത്, എൻ്റെ വീട്ടിൽ കയറി വന്നത് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഉള്ള ഒരു പോലീസ് മുറയുണ്ടല്ലോ, ഒരു പോലീസിന്റെ സംസാരം, ആ രീതിയിൽ നിർമ്മലിനോട് സംസാരിച്ചു. അപ്പൊ നമ്മള് നിർമ്മലാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ മിണ്ടാതെ പോകുന്ന ഒരാളല്ല, കിട്ടിയ അതേപോലെ മറു തിരിച്ചടി കൊടുക്കുന്ന ആളാണ്. തന്നോട് എങ്ങനെ പെരുമാറുമോ അതുപോലെ മറ്റൊരാളോടും അയാൾ പെരുമാറത്തുള്ളൂ, ആ ഒരു സ്വഭാവക്കാരനാണ്. അപ്പോൾ തന്നോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ നിർമ്മലിനെ പിടിച്ചില്ല. നിർമ്മല തിരിച്ചു മറുപടി പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. സംസാരമെന്ന് മാത്രമല്ല, കയ്യാങ്കളി വരെ എത്തി. നിർമ്മലിന്റെ ഷർട്ടിൽ കയറി ഗൗതം പിടിക്കുകയും എന്നിട്ട് പോലീസ് മുറയിൽ പെരുമാറുന്നത് പോലെ നിർമ്മലിനോട് അപമര്യാദയായിട്ട് പെരുമാറുകയും പെട്ടെന്ന് നന്ദ ഇത് കണ്ടുകൊണ്ട് വരികയും ഓടി വന്ന് നന്ദ ഗൗതമിനെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും, അപ്പോൾ ഗൗതമിനെ അറിയത്തില്ല, അരുന്ധതി പറഞ്ഞിട്ടാണ് നിർമ്മല വന്ന കാര്യങ്ങളൊന്നും ഗൗതമിന് അറിയത്തില്ല. ഇവൻ എന്താ ഇവിടെ, നീ എന്തിനാ ഇവിടെ വന്നത്, ഇറങ്ങിപ്പോടാ എന്ന് പറയുമ്പോഴാണ് നന്ദ പറയുന്നത്, വല്യമ്മ കാണാൻ പറഞ്ഞിരുന്നു, വല്യമ്മ പറഞ്ഞിട്ടാണ് നിർമ്മൽ ഇവിടെ വന്നതെന്നും വല്യമ്മയ്ക്കൊന്ന് കാണണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൗതം അത് സമ്മതിച്ചില്ല. എന്നാൽ ഗൗതം സാർ പ്ലീസ് വേറെ ഒന്നും വിചാരിക്കരുത്, വല്യമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിർമ്മൽ വന്നത്, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് നേരെ നിർമ്മലിനെ അകത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഗൗതം ശരി ഇനി ഞാനായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഗൗതമും മിണ്ടാതെ നിന്നു. അകത്തോട്ട് കൊണ്ടുപോയി നിർമ്മലിനോട് അവിടെ ഇരിക്കാൻ പറയുവാണ്. ഈ സമയത്ത് എല്ലാവരും, പിങ്കിയും നമ്മുടെ ലക്ഷ്മിയും പിന്നെ പവിത്രയും കൂടി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ പെട്ടെന്ന് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് നന്ദ വരുന്നത്. നന്ദ വന്ന ഉടനെ തന്നെ ഇവിടെ ഒരു അതിഥി ഉണ്ടെന്നും ആ അതിഥിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും. അപ്പൊ അത് ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് നിർമ്മലാണ് വന്നത്. അപ്പൊ അതുവരെ കൂളായിട്ട് നിന്ന പിങ്കിയുടെ കണ്ണുകളിൽ പെട്ടെന്നൊരു തിളക്കം കണ്ടു. പെട്ടെന്നൊന്ന് ഷോക്കായതുപോലെ നന്ദയ്ക്ക് തോന്നി. നിർമ്മല വന്നിട്ടുണ്ടെന്നും വല്യമ്മ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നതെന്നും ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുകൂടി നന്ദ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും നിർമ്മല വന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അന്ന് വന്നപ്പോൾ ഒന്നും കൊടുക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം തട്ടിക്കൂട്ടി എടുക്കാം, എന്നിട്ട് നിർമ്മലിന് കൊടുക്കാമല്ലോ എന്ന് ലക്ഷ്മി സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നന്ദയും തയ്യാറായി നിൽക്കുവാണ്. ഈ സമയത്ത് പിങ്കി ഇവിടെ ചായ ഒടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉടനെ പോയി പിങ്കിയോട് പോയി നന്ദ പറയുന്നത്, നിർമ്മലിന് ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുക്കാമോ പിങ്കി. അപ്പോൾ പിങ്കി ആദ്യം തയങ്ങി നിന്നു. എന്നാൽ താൻ ഇവിടെ ലക്ഷ്മി അമ്മയ്ക്ക് സഹായിച്ചു കൊടുത്തോട്ടെ, ജോലി ചെയ്യാനായിട്ട് സഹായിച്ചു കൊടുത്തോട്ടെ, അതുകൊണ്ട് നീ ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുക്കാമോ, ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ട് നന്ദ അങ്ങ് പോയി. ശരി നന്ദ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് ചായ എടുത്ത് നേരെ നിർമ്മലിന് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിങ്കി പോവാണ്. അപ്പോൾ അവിടെ ആരുമില്ല. ഈ സമയത്ത് ലക്ഷ്മി അമ്മായിയോട് നന്ദ പോയി പതുക്കെ പറഞ്ഞു, അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്, പിങ്കിയെ കൊണ്ട് നിർമ്മലിനെ കല്യാണം കഴിപ്പിച്ചാലോ പിങ്കിയുടെയും നിർമ്മലിന്റെയും വിവാഹം നടത്തിയാലോ എന്ന് അവിടെ നന്ദ ചോദിച്ചു. എന്നാൽ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് നന്ദയോട് ദേഷ്യപ്പെടാനായിട്ടാണ് ലക്ഷ്മി ശ്രമിച്ചത്. എന്നാൽ അർജുനെ കാണാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പിങ്കിക്കും ചെറിയൊരു സന്തോഷം കാണും, പിങ്കിക്കും ഒരു ഇഷ്ടം കാണും, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ആലോചന നടത്തിയാലോ എന്ന് ചോദിച്ചപ്പോൾ നന്ദയെ ലക്ഷ്മി വഴക്ക് പറയുകയും അതുകൊണ്ട് ഇത് ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തിക്കോണം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി സംസാരിച്ചു. ഇപ്പോൾ നിർമ്മൽ അർജുനെ പോലെയാണ് ഇരിക്കുന്നത്, എല്ലാം ഓക്കെ, പക്ഷെ നിർമ്മൽ ഒരിക്കലും അർജുനാകത്തില്ല എന്നൊരു ബോധ്യവും കൂടി വേണം എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുവാണ്. ഈ സമയത്ത് പവിത്ര ഇതുവരെ നിർമ്മലിനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ പവിത്ര നേരെ പോയി നോക്കുമ്പോൾ അർജുൻ ആ ഒരു ഫോട്ടോ, മരിച്ച മാല ഇട്ട് വെച്ചിരിക്കുന്ന ആ ഫോട്ടോയും ഈ അർജുനെയും കണ്ടപ്പോൾ അച്ചടി അർജുൻ വന്ന് നിൽക്കും പോലെ തന്നെ പവിത്രയ്ക്ക് തോന്നി. പവിത്ര നേരെ പിങ്കിയോട് പോയി പറഞ്ഞു. പിങ്കി അതേ ആ ഒരു കാര്യം കേട്ടിട്ട് ഉടനെ വന്ന് നോക്കുമ്പോൾ അതെ അർജുൻ വന്നിരിക്കുന്നത് പോലെ തന്നെയാണ് പിങ്കിക്ക് തോന്നിയത്. പിങ്കി പെട്ടെന്ന് അടുത്തേക്ക് ചെന്നു. നിർമ്മൽ പിങ്കിയെ കണ്ടുടനെ തന്നെ എണീറ്റു. അപ്പോൾ അന്ന് ആ ഒരു താനും അർജുനും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ആ ഒരു നിമിഷം,
അർജുന് വേണ്ടിയിട്ട് ആ ഒരു ചായ കൊണ്ട് കൊടുത്ത് അർജുനെ താൻ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു നിമിഷം, അത് കഴിഞ്ഞിട്ട് അർജുൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം, പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. വീണ്ടും അർജുനും താനും ഒന്നിച്ച നിമിഷം, അർജുൻ വീണ്ടും എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം, അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച ആ ഒരു നിമിഷം, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ പെട്ടെന്ന് പിങ്കിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ അലയടിച്ച് ഓടി വന്നു. അങ്ങനെ പെട്ടെന്ന് അർജുൻ്റെ കയ്യിൽ ചായ നമ്മുടെ എനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവുകയാണ്. അർജുനാണോ നിർമ്മലാണോ? പെട്ടെന്ന് കാണുമ്പോൾ നമുക്കേന അയ്യോ ഇല്ല, അർജുൻ ഒരിക്കലും മരിച്ചിട്ടില്ല, അർജുൻ പുനർജനിച്ച് വന്നതാണ്, അല്ലെങ്കിൽ അന്ന് ആ ഒരു അപകടം സംഭവിച്ചിട്ട് എങ്ങനെയോ അർജുൻ രക്ഷപ്പെട്ട് പിങ്കിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും പറയുമ്പോൾ നിർമ്മൽ അർജുനായിട്ടും അർജുൻ നിർമ്മലായിട്ടും അങ്ങനെ കൺഫ്യൂഷനായിട്ട് പോവുകയാണ്. എന്തായാലും ഇവിടെ നമ്മുടെ നിർമ്മല തന്നെയാണ്, ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ നിർമ്മലിൻ്റെ കയ്യിൽ പിങ്കി ചായ കൊടുത്തു. അപ്പോൾ ചായ വാങ്ങാൻ വേണ്ടിയിട്ട് നിർമ്മല ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുകയാണ്. പക്ഷെ പിങ്കിയുടെ കയ്യിൽ നിന്നും ചായ ചെറുതായിട്ട് കൈ തട്ടി ചായ കുറച്ച് നിർമ്മലിൻ്റെ ഡ്രസ്സിൽ വീണു. ഉടനെ തന്നെ അത് നിർമ്മല അയ്യോ ഇതെന്താ കാണിച്ചേ? അപ്പോൾ പിങ്കിക്കും സങ്കടം തോന്നി. കുഴപ്പമില്ല, ഞാൻ തുടച്ചു തരാം. അപ്പോൾ വേണ്ട, കുഴപ്പമില്ല, ഞാൻ വാഷ് ചെയ്തോളാം, സാരമില്ല, ഞാൻ തുടച്ചത് തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പിങ്കി തൻ്റെ സാരിത്തുമ്പ് പിടിച്ച് നിർമ്മലിൻ്റെ ഷർട്ട് തുടച്ചു കൊടുത്തു. അപ്പോൾ നന്ദ വരുമ്പോഴത്തേക്കും പവിത്ര ഇത് വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു പ്രണയം തുളുമ്പുന്ന രീതിയിൽ അവരുടെ ആ ഒരു നിമിഷങ്ങൾ, ചായ വീട ആ ഒരു ഷർട്ട് പിങ്കി തുടച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയൊന്നും ചെയ്യാത്ത പിങ്കി അർജുനെയും ഗൗതമിനെയും മാത്രമേ പിങ്കിയുടെ മനസ്സിൽ കയർ പറ്റാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ഒരാളോട് അടുക്കാത്ത പിങ്കി പെട്ടെന്ന് എങ്ങനെ ഈ ഒരു മനസ്സ് മാറി എന്ന് നന്ദയുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നി. ഈ സമയത്ത് അരുന്ധതി വന്നു. എന്നിട്ട് നിർമ്മല വന്നോ എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതിയുടെ ശബ്ദം കേട്ടിട്ട് നിർമ്മല ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അരുന്ധതിയുടെ കണ്ണിങ്ങനെ പെട്ടെന്ന് ഷോക്കായിട്ട് നിറഞ്ഞു തുളുമ്പുവാണ്. ഇത് എൻ്റെ അർജുനല്ലേ? അർജുൻ ആ ഒരു ഫസ്റ്റത്തെ അർജുൻ്റെ എൻട്രി, പട്ടാളത്തിൽ നിന്ന് ജോലിയൊക്കെ കിട്ടി അർജുൻ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അരുന്ധതിയുടെ വീട്ടിലോട്ട് വരുന്ന ആ ഒരു എൻട്രി വന്നതിന് ശേഷം ആരതിയൊക്കെ ഒഴിഞ്ഞ് തൻ്റെ വല്യച്ഛൻ്റെ മുന്നിൽ പോയി നിന്ന് സല്യൂട്ട് അടിച്ച് നിൽക്കുമ്പോൾ അരുന്ധതി നല്ല അഭിമാനത്തോടു കൂടി അർജുനെ നോക്കി നിൽക്കുന്ന ആ ഒരു നിമിഷമുണ്ട്. അതാണ് പെട്ടെന്ന് അരുന്ധതിയുടെ മനസ്സിലോട്ട് ഓടി വന്നത്. നിർമ്മലിനെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അരുന്ധതി ഓടിപ്പോയി എൻ്റെ മകനെ, എൻ്റെ അർജുൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും സങ്കടം തോന്നി, പ്രത്യേകിച്ച് നിർമ്മലിനും. ഇനി എന്ത് സംഭവിക്കാം? എന്തായാലും നിർമ്മലും ഗൗതമും തമ്മിൽ മൂന്നാം നാളാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നിർമ്മലിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെയാണ് ഇനി ബാലഗോപാലിന്റെ രണ്ടാമത്തെ ഭാര്യയുടെ മകനാണല്ലോ, അപ്പോൾ തൻ്റെ കുടുംബത്തിനോട് പ്രതികാരം ചെയ്യാനായിട്ട് വന്നതാണോ എന്ന് ഗൗതമിന് ചെറിയൊരു സംശയമുണ്ട്. അതാണോ ഇനി നിർമ്മലിനെ കുറിച്ചുള്ള വേറെ എന്തെങ്കിലും രഹസ്യങ്ങൾ അല്ലെങ്കിൽ സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ ഗൗതം നിർമ്മലിനോട് ഇങ്ങനെ പെരുമാറുന്നത്? എന്തായാലും അത് വ്യക്തമായിട്ടില്ല. പക്ഷേ നിർമ്മലിനെ ഒട്ടും ഗൗതമിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ മറിച്ച് മറ്റുള്ളവർക്ക് എല്ലാവർക്കും നിർമ്മലിനെ ഇഷ്ടപ്പെട്ടു. തൻ്റെ അർജുനായിട്ട് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കും? ഇനി അവരുടെ ജീവിതത്തിൽ ഇന്ത്യവരത്തിൽ എന്തൊക്കെ ആയിരിക്കും നടക്കാൻ പോവുക? പിങ്കിയുടെ മനസ്സ് മാറുമോ എന്നൊക്കെ നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.